ഉച്ച കഴിഞ്ഞതും ആകാശമാകെ ഇരുണ്ടു മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണാവോ ഒക്കെപ്പാടെ പൊട്ടിച്ചാടല്. മോള് നല്ല ഉറക്കത്തിലാണ്. ഇന്ന് കുറച്ചധികം തുണികൾ അതിനെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കരുതി നിങ്ങളുമായി കുറച്ച് വിശേഷങ്ങൾ പങ്കിടാമെന്ന്. സംസാരിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വീട് ഭയങ്കര ശാന്തമാണ്. കാരണം ഇന്നലെ വരെ ഇവിടെ ബഹളവും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ എൻ്റെയും താത്തയുടെയും കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. ബ്രദേഴ്സ് 2 ആൾക്കാരുണ്ട്. അവർ 2 പേരും വിവാഹിതരല്ല കേട്ടോ. പിന്നെ ഉമ്മയും ഉപ്പയും. ഞങ്ങൾ 4 പേരും എപ്പോഴാണ് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുകയെന്ന് നോക്കിയിരിപ്പാട്ടോ ഇപ്പോൾ. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണ ശേഷമാണ് അത് കൂടുതൽ രസമായി മാറിയിട്ടുള്ളത്. അതിൽ എൻ്റെ താത്തയുടെ ലീവാട്ടോ അധികം എല്ലാവരും നോക്കാറ്. കാരണം ഓളുടെ കുട്ടിക്ക് സ്കൂൾക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ ഓൾക്ക് എപ്പോഴാണോ ലീവ് അതിനനുസരിച്ചിട്ട് ഞാനും എൻ്റെ ചെറിയ ബ്രദറും വീട്ടിലെത്താൻ നോക്കും കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഈ ഒത്തുചേരലിലൊക്കെ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ മനോഹരമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മളെ കൂടെ വേണമല്ലേ. ഇപ്പം ഞങ്ങൾ ഉമ്മയും ഉപ്പയൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയൊക്കെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ അയൽവാസികൾ ചോദിക്കലുണ്ട്, എന്താ പോവാത്തെ, ഹസ്ബൻഡ് നാട്ടിലല്ലേ, പോവാറായില്ലേ എന്നൊക്കെ. അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് കേട്ടോ. ഉമ്മയും ഉപ്പയുള്ള കാലത്തല്ലേ നമ്മളിങ്ങനെ വരിക, അല്ലെങ്കിലും വരുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുള്ളപ്പോൾ എന്നത് അതൊരു സന്തോഷം തന്നെയാണ്. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ മോൾക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ. എന്നാൽ ശരി.